മമ്മൂട്ടി ഇല്ലാത്ത ഒരു വിഷുക്കാലം. ഏറെ പ്രതീക്ഷകളോടെ മോഹൻലാലും സുരേഷ് ഗോപിയുടെയും സിനിമകൾ തിയേറ്ററിലെത്തുന്നു. പക്ഷേ ഇവരെ സിനിമകളെയൊക്കെ വെട്ടിച്ചുകൊണ്ട് വിഷു വിന്നറായത് കലാഭവൻ മണി. അങ്ങനെ ഒരു വിഷു കാലമുണ്ട്. ആ ഒരു വിഷു കാലമാണ് 2001. ഞാൻ ആ ഒരു സീസണിനെ കുറിച്ചുള്ള സിനിമകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2001 വിഷുവിന് ആദ്യം ആ മാർച്ച് മാസം തിയേറ്ററിലെത്തിയ സിനിമ വിനയൻ കലാഭവൻ മണി കൂട്ടുകെട്ടിലെ കരിമാടിക്കൂട്ടൻ. അപ്പോൾ വിനയൻ എന്ന സംവിധായകൻ അന്ന് ഹിറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 1999 വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നത്. അതോടുകൂടിയാണ് വിനയൻ കലാഭവൻ മണി അല്ലെങ്കിൽ കലാഭവൻ മണി നായകനാക്കിയ സിനിമകൾ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഡയറക്ടേഴ്സിന് വരുന്നത്. പ്രത്യേകിച്ച് വിനയൻ കലാഭവൻ മണി കൂട്ടുകെട്ട് വളരെ പ്രതീക്ഷയാവുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ അവരുടെയൊക്കെ സിനിമകളോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുന്നത്. അപ്പോൾ വാസന്തി ലക്ഷ്മിയും ഈ പറഞ്ഞ അവാർഡ്സ് ഒക്കെ ദിലീപിന് കലാഭവൻ മണിക്ക് ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിനയൻ മറ്റ് നടന്മാരെ വെച്ചിട്ടൊക്കെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് വളരെ പ്രതീക്ഷയോടുകൂടി കരിമാടിക്കൂട്ടൻ തുടങ്ങുന്നത്. കരിമാടിക്കൂട്ടൻ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രി മുഴുവനും ചർച്ച ചെയ്യുന്ന ഈ സിനിമ എന്തായാലും ഹിറ്റാവുന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ ആ വിഷുവിന് എനിക്ക് തോന്നുന്നു ലാഭം വെച്ച് നോക്കും, നമ്മുടെ നിർമ്മാണ ചെലവും ലാഭവും വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ കരിമാടിക്കൂട്ടൻ തന്നെയായിരിക്കും ആ വർഷത്തെ വിന്നറായാലും പാട്ടുകളായാലും ഒക്കെ. നമുക്കറിയാം ആ സിനിമയെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട്. ചന്ദ്രലേഖയ്ക്ക് ശേഷം പ്രിയദർശൻ മോഹൻലാൽ ചെയ്ത ഒരു സിനിമയാണ്, അതായിരുന്നു കാക്കക്കുയിൽ. അപ്പോൾ തൊട്ട് മുമ്പ് പ്രിയദർശൻ ഇതിന് മുമ്പ് മലയാളത്തിൽ പ്രിയദർശൻ്റെ ഒരു റിലീസ് എനിക്ക് തോന്നുന്നത് മേഘമാണ്. 99 മേഘം പരാജയമായിരുന്നു. പിന്നെ പ്രിയദർശൻ അന്ന് ഹിന്ദിയിലൊക്കെ സിനിമകളൊക്കെ ചെയ്യുന്നൊരു സമയം. എന്നെങ്കിലും കാക്കക്കുയിൽ അന്ന് വൻ പ്രതീക്ഷകളെത്തിയ സിനിമയാണ്. നല്ല സിനിമയാണ്, നമ്മളെല്ലാവരും റിപ്പീറ്റായിട്ട് കാണുന്ന സിനിമയാണ്. പക്ഷെ ഈ പറയുന്ന ഒരു ചന്ദ്രലേഖയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കിലുക്കോ തേന്മാവിൽ കൊമ്പത്തോ അങ്ങനെയുള്ള ആ ഒരു സിനിമകളിൽ പ്രത്യേകിച്ച് ചന്ദ്രലേഖയായിട്ടായിരുന്നു ഒരു കമ്പാരിസൺ. പക്ഷെ ചന്ദ്രലേഖയുടെ ഒരു വിജയം കാക്കക്കുയിൽ നേടാൻ പറ്റിയില്ല. കാക്കക്കുയിൽ ഒരു ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ അതങ്ങനെ കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അല്ലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല. അല്ല ഇഷ്ടപ്പെടുക എനിക്ക് തോന്നുന്നു. അന്നൊക്കെ ഞാനൊക്കെ തിയേറ്ററിലുള്ള സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ നല്ല തിരക്കട. ഏകദേശം 4 ദിവസം 5 ദിവസം ആയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. തിയേറ്ററിൽ ഫുള്ളാണ്. പക്ഷെ അന്ന് ഒരു മിക്സഡ് ഒപ്പീനിയനാണ്. കാക്കക്കുയിൽ പോരാ, ചിലവർ നന്ന രസമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു അന്ന് തിയേറ്ററിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മ. തൃശ്ശൂർ രാമദാസിലാണ് ആ സിനിമ. ഞാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. നമുക്ക് മുകേഷ് മോഹൻലാൽ കൂട്ടുകെട്ട് നമ്മളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും വന്നതിന് ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ട്. പ്രിയദർശനൊക്കെ അന്ന് മുകേഷിനോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഇങ്ങനെ തുടങ്ങാൻ പോവാണ്, വേറെ ആരുമില്ല വേഷം ചെയ്യാൻ, കുറച്ച് ദിവസം മാറ്റി വെക്കണം നിർബന്ധമായിട്ട്. മുകേഷ് എന്ന നായകനായിട്ടും സിനിമകൾ ചെയ്യുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഏതായാലും കാക്കക്കുയിൽ അന്ന് കരിമാടിക്കുട്ടൻ്റെ താഴെയാണ് ലാഭം വെച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. നമുക്കൊരു ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കരിമാടിക്കുട്ടനെക്കാട്ടും കാക്കക്കുയിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഗ്രോസ് കളക്ഷൻ. പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കരിമാടിക്കുട്ടൻ തന്നെയാണ് നമ്പർ 1 നിൽക്കുന്നത്. എങ്കിലും കാക്കക്കുയിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നീട് നമുക്ക് അത് റിപ്പീറ്റ് ഓഡിയൻസ് ഒക്കെ അത് കണ്ടിട്ട് ഇപ്പോൾ വെട്ടം സിനിമയെ കുറിച്ച് അങ്ങനെയാണ്. അന്ന് തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ പിന്നീട് ടെലിവിഷനിലൊക്കെ വന്നിട്ട് ആ സിനിമ ഭയങ്കര ഹിറ്റായതാണ്. നമ്മളെല്ലാവരും റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ 2 സിനിമകളാണ്. അതിലൊന്ന് മേഘസന്ദേശം, രാജസേനൻ സംവിധാനം ചെയ്ത സിനിമ. രാജസേനൻ സിനിമ എന്ന് പറഞ്ഞാൽ ജയറാമാണ്. അന്ന് ജയറാം ഇല്ലാതെ രാജസേനൻ സിനിമ ചെയ്യാത്ത ഒരു സമയമാണ്. മമ്മൂട്ടിയെ വെച്ചോ മോഹൻലാലിനെ വെച്ചോ ഒന്നും രാജസേനൻ സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ ആ സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ ഡബ്ബിംഗ് സമയത്ത് തന്നെ ജയറാമിനായിട്ട് അടുത്തൊരു പടം കമ്മിറ്റ് ആവണം, ഉടനെ അടുത്ത പടം തുടങ്ങണം. അങ്ങനെയായിരുന്നു അന്ന് ജയറാം രാജസേനൻ കൂട്ടുകെട്ട്. അന്ന് 2000 ഇറങ്ങിയ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന് പറയുന്ന സിനിമ, ആ സിനിമ വിചാരിച്ച പോലെ ഭയങ്കര ഹിറ്റല്ല, ഒരു ആവറേജ് ഹിറ്റ് എന്ന് പറയാം. അതിനുശേഷം ഇവർ ഒരു തീരുമാനമെടുത്തു, ഇനി തൽക്കാലം നമ്മൾ ഒരു സിനിമ ചെയ്യണ്ട, രണ്ടുപേരുടേതായ സിനിമ ചെയ്യാം. അത് ഇവരിപ്പോൾ തൽക്കാലം ഒന്നിക്കേണ്ട അതൊരു തീരുമാനം അവരെടുത്ത ശേഷമാണ്. അതൊരു ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞ ജയറാമും രാജസേനും ഒക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങൾ ചെയ്ത സിനിമയിൽ തന്നെ റിപ്പീറ്റേഷൻ വരുന്നത് പോലെ തോന്നുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ടാണ് മലയാളി മാമന് മണക്കം എന്നുള്ള സിനിമയിലൂടെ 2002 ഇവർ വീണ്ടും വരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ രാജസേനൻ ചെയ്ത ഒരു സിനിമയായിരുന്നു മേഘസന്ദേശം. നമുക്കറിയാം കോമഡി, ഒരു ഹൊറർ കോമഡിയാണ്. സുരേഷ് ഗോപി അന്ന് ആക്ഷൻ റോളുകൾ ചെയ്ത സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. പക്ഷെ ആ സിനിമ ഇന്ന് കുറെ ട്രോളുന്നുണ്ട് ആ സിനിമയെ കുറിച്ച്. അന്നും അത് തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. ഈ പറഞ്ഞ കരിമാടിക്കുട്ടനും കാക്കക്കുയിലൊക്കെ താഴെയായിരുന്നു അതിന്റെ കളക്ഷനൊക്കെ. പക്ഷെ അതൊരു മോശം സിനിമ എന്ന് പറയാൻ പറ്റില്ല. ചിരിക്കാൻ കുറെ ഉണ്ട് ആ സിനിമയിലൊക്കെ.
പക്ഷെ തമാശ രൂപേണൊക്കെ പറഞ്ഞു പിന്നെ ഇഡ്ഡലി കഴിക്കുന്ന പ്രേതം എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കലൊക്കെ നമ്മൾ ഇന്നും ട്രോളുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ. രണ്ടാം ഭാവം സിനിമ ശരിക്കും അന്ന് തിയേറ്ററിൽ പരാജയം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മേഘസന്ദേശമാണോ രണ്ടാം ഭാവമാണോ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തതെന്ന് അറിയില്ല. എങ്കിൽ രണ്ടാം ഭാവം ശരിക്കും അന്ന് നിർമ്മാതാവിന് നഷ്ടമായിരുന്നു. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ ഇത് സിനിമ വേണോ അത് നിർത്തി വേറെ വല്ല ജോലിക്കും പോകാമെന്ന് വരെ ചിന്തിക്കുന്ന ഒരു ഘട്ടം വന്ന സിനിമ. കാരണം രണ്ടാം ഭാവം ഷൂട്ട് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ട് മുടങ്ങിപ്പോയി, പല ദിവസങ്ങൾ റിലീസ് വൈകി, തിലകനില്ലാതെ തിലകന്റെ ഡ്യൂപ്പിനെ വെച്ചിട്ടൊക്കെ പല സീൻസ് എടുക്കേണ്ടി വന്നു. നല്ലൊരു സിനിമയായിരുന്നു. രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞ റൈറ്ററുടെ ബ്രില്യൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടു. പിന്നീട് ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടൊക്കെയാണ് ആളുകൾ, അല്ലെങ്കിൽ DVD കണ്ടിട്ടൊക്കെയാണ് ഗംഭീര സിനിമ എന്ന് പറഞ്ഞത്. പക്ഷെ രാജോസിന് അത് വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അതിന്റെ പരാജയം. പിന്നീട് ആ പരാജയത്തിൽ നിന്ന് കടന്നത്, അല്ലെങ്കിൽ അതിന് തിരിച്ചു വന്നത് മീശ മാധവൻ എന്ന് പറയുന്ന ഒരു സിനിമ. കാരണം അതൊരു വാശിയായിരുന്നു ലാൽ ജോസിന്റെ. രഞ്ജൻ പ്രമോദ് ലാൽ ജോസ് കൂട്ടുകെട്ട് രണ്ടാം ഭാവം ഫ്ലോപ്പ് ആയ അതേ കൂട്ടുകെട്ട് തന്നെ ഒരു ഹിറ്റ് കൊടുക്കണം എന്നുകൊണ്ടാണ് അവർ മീശ മാധവനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു വിഷു സീസണിൽ തിയേറ്ററിൽ ഇറങ്ങിയത്. വേറെ ഏതെങ്കിലും സിനിമകളൊന്നും കണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ പറഞ്ഞു. ഞാനൊന്ന് റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഈ 4 സിനിമകളാണ് അന്ന് തിയേറ്ററിൽ ഇറങ്ങിയത്. അന്യഭാഷയിലും ഏതൊക്കെയോ സിനിമകൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കൃത്യമായിട്ട് എനിക്കൊരു അറിയില്ല. നിങ്ങളെന്തായാലും നിങ്ങളുടെ ഓർമ്മയിലുണ്ട് പറയാം. ഞാൻ ഈ സിനിമകൾ എനിക്ക് തോന്നുന്നത് കാക്കക്കുയിലും രണ്ടാം ഭാവമാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളത്. മേഘസന്ദേശവും കരിമാടിക്കൂട്ടിലും പിന്നീട് TV വന്നിട്ടും DVD-ക്കാണ് കണ്ടിട്ടുള്ളത്. എനിക്കതിൽ രണ്ടാം ഭാവവും കാക്കക്കുയിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ രണ്ടാം ഭാവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് തിയേറ്ററിൽ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോണത്. പക്ഷെ അന്ന് അപ്പോഴും തിയേറ്ററിൽ ആൾ കുറവാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അന്ന് കോലായതെന്നൊക്കെ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അപ്പം എന്തോ ആളുകൾക്ക് അന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാം ഭാവത്തിന്. കാരണം പ്രതീക്ഷ ഒരു സിനിമ അല്ലായിരിക്കും. അന്ന് പിന്നീട് ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, റാഫി മെക്കാട്ടിൻ പറഞ്ഞു, തെങ്കാശി പട്ടണം കാണിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് കാണുക, രണ്ടാം ഭാവം നിങ്ങൾക്ക് നല്ല രീതിയിലാക്കാൻ പോയത്. നമുക്കറിയാം രണ്ടാം ഭാവം സിനിമയിൽ അതിൽ ആ വില്ലൻ ഒരു 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 അധോലോക നായകന്റെ ഒരു വലം കൈ, ഒരു ഗുണ്ട കഥാപാത്രമായിട്ടുള്ള സുരേഷ് ഗോപിയും ഒരു ട്വിൻ ബ്രദർ ആയിട്ടുള്ള ഒരു പാവത്താൻ സുരേഷ് ഗോപിയുണ്ട്. അതിൽ ആ ഒരു പാവത്താൻ സുരേഷ് ഗോപി മരിക്കുന്നതും ആ പാവത്താൻ ആണ് താനെന്ന് വിശ്വസിപ്പിച്ച് വീട്ടുകാരുടെ അടുത്ത് വന്ന് താമസിക്കുന്നതാണ് ഈ ഗുണ്ടയുടെ കഥാപാത്രം. ഒരുപക്ഷെ അത് തിരിച്ചിട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എവിടെയോ, അത് റാഫി മെക്കാട്ടിനാണോ അത് പറഞ്ഞത് അതോ വേറെ ആരോ പറഞ്ഞാണോ എന്നറിയില്ല, തിരിച്ചിട്ടിരുന്നെങ്കിൽ, അതായത് ആ ഗുണ്ട മരിക്കുന്നു, പിന്നീട് ആ പാവത്താൻ ഗുണ്ടയായി മാറുമ്പോൾ അയാൾ ഒരു പ്രതികാരം ചെയ്യുന്നതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്ഷൻ കൂടുതൽ സിനിമ കൊണ്ടുപോകാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അത് വിജയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഈ പറഞ്ഞ സിനിമകൾ, ഏതൊക്കെ സിനിമകൾ നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.